പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇന്ത്യ സഖ്യം, അതായത് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം അടുത്ത തവണ ഭാരതത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കും. വോട്ട് ചോർ വിവാദം ഉയർത്തി പ്രതിപക്ഷ മുന്നണിയെയും സ്വന്തം പാർട്ടിയെയും ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് അത് സാധിക്കും എന്ന തരത്തിലുള്ള ഒരു പ്രതീതിയാണ് കുറേ കാലമായി ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് കേരള മാധ്യമങ്ങൾ അത്തരത്തിലുള്ള ചില അഭിപ്രായ പ്രകടനങ്ങളും ആ രീതിയിലുള്ള വാർത്തകളുമാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും ഇന്ത്യ സഖ്യം അവകാശപ്പെട്ട ആ അവകാശവാദങ്ങളെല്ലാം പൊളിയുന്നതാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യ സഖ്യത്തിന് വലിയ സഖ്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന സംശയമാണ് ഉയരുന്നത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാക്കന്മാർ അവകാശപ്പെട്ടത് സാങ്കേതികമായി ചിലപ്പോൾ NDA സ്ഥാനാർത്ഥി ഒരു പക്ഷേ വിജയിക്കാൻ സാധ്യത വളരെ കുറവാണെന്നും തങ്ങൾ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് പറഞ്ഞത്. എങ്കിൽ പോലും സാങ്കേതികമായി വിജയിച്ചാൽ പോലും ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിലായിരിക്കും NDA സ്ഥാനാർത്ഥി വിജയിക്കുക എന്നാണ്, CP രാധാകൃഷ്ണൻ വിജയിക്കുക എന്നാണ് അവർ അവകാശപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തലേ ദിവസവുമൊക്കെ ഈ അവകാശവാദം ഉയർത്തി. തെരഞ്ഞെടുപ്പ് നടന്ന ദിവസം വളരെ ആവേശത്തോടുകൂടി 100% വോട്ട് ഞങ്ങളുടെ പക്ഷത്തും വീട് കഴിഞ്ഞു, ഞങ്ങൾക്ക് വിജയം ഉറപ്പാണ്, പൂർണ്ണമായും ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടെന്നാണ് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെട്ടത്. എന്നാൽ വോട്ട് എണ്ണൽ കഴിഞ്ഞപ്പോഴേക്കും, ഫലം പുറത്തു വന്നപ്പോഴേക്കും സ്ഥിതി മോശമായി. കോൺഗ്രസിന് കിട്ടേണ്ടിയിരുന്ന 14 വോട്ടുകൾ അവരുടെ പക്ഷത്തു നിന്നും 14 വോട്ടുകൾ ചോർന്നു. 24 വോട്ടുകൾ തങ്ങളുടെ ഭാഗത്ത് നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ NDA സഖ്യവും കോൺഗ്രസും എത്തിയിരിക്കുന്നത്. ഇതെങ്ങനെ വന്നു, ഇതെങ്ങനെ സംഭവിച്ചു എന്നത് അവരെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ബീഹാറിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വൻ മുന്നേറ്റം നടത്താനും അവിടെ ഭരണം പിടിച്ചെടുക്കാനും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുമ്പോൾ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ഇത് സംഭവിച്ചത് വലിയ ഒരു ആശങ്ക, വലിയൊരു തലയ്ക്ക് കിട്ടിയ അടി പോലെയാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് കാണുന്നത്. അത് പ്രകടമാക്കുന്നില്ല എന്നുള്ളത് അവർ പറയുന്നത് ഒരു ന്യായീകരണം. കഴിഞ്ഞ 22-ലെ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ 2022-ലെ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ 26% വോട്ട് മാത്രമാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയതെങ്കിൽ ഇപ്പോൾ അത് 40% അത് ഞങ്ങൾ വിജയം തന്നെയാണ്. സാങ്കേതികമായി വോട്ട് എണ്ണം കൂടിയതുകൊണ്ട് മാത്രമാണ് NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ വിജയിച്ചതെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത്ര അവകാശം അവർക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ സ്വന്തം പോക്കറ്റിൽ കിടന്ന ഉറപ്പാക്കിയിരുന്ന 100% ഉറപ്പാക്കിയിരുന്ന വോട്ടുകൾ എന്തുകൊണ്ട് നഷ്ടമായി? കോൺഗ്രസിനകത്ത് നിന്ന് വോട്ട് പോയിട്ടുണ്ടോ? NDA സഖ്യത്തിലെ മറ്റു പാർട്ടിയിൽ നിന്ന് വോട്ട് പോയിട്ടുണ്ടോ? ഇത് അന്വേഷിക്കണമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നത്. അതാണ് അതിനേക്കാളും വലിയ മണ്ഡലം. ഇനി അത് അന്വേഷിച്ചുകൊണ്ട് എന്ത് പ്രയോജനം? അത് അന്വേഷിച്ച് അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി വന്നു കഴിഞ്ഞാൽ അത് ഈ NDA സഖ്യത്തിന് ഗുണമുണ്ടാകുമോ ദോഷമുണ്ടാകുമോ? സ്വാഭാവികമായിട്ടും അതാണ് സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും NDA സഖ്യം പ്രതീക്ഷിച്ചതുപോലെ ഉയരാൻ കഴിഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം കോൺഗ്രസ് വളരെ ഗംഭീരമാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും രാജ്യത്തെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഈ അപക്വപരമായ ചില പ്രവർത്തനങ്ങളും മുദ്രാവാക്യങ്ങളും ഒക്കെ രാജ്യത്തിലെ ജനങ്ങൾ അത്ര കാര്യമായിട്ട് ഏറ്റെടുത്തിട്ടില്ല. കുറേയൊക്കെ ചലനം സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ പോലും അത്ര ഏറ്റെടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം ഇപ്പോഴും കഴിഞ്ഞ ദിവസം UP-യിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പോയപ്പോൾ വീണ്ടും അദ്ദേഹം ഉയർത്തിയത്, ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും അദ്ദേഹം ഉയർത്തിയത് വോട്ട് ചോർ ഗദ്ദി ചോട് എന്നാണ്. അതായത് വോട്ട് കള്ളൻ അധികാരം വിട്ടൊഴിയുക എന്ന മുദ്രാവാക്യമാണ്. ഇപ്പോഴും നരേന്ദ്രമോദിയെ വോട്ട് കള്ളൻ എന്നാണ് വിളിക്കുന്നത്. ഈ കള്ളൻ എന്നുള്ള വിളി എത്ര മോദി വിരുദ്ധരായിരുന്നാൽ പോലും അവർക്ക് അത്ര ഇഷ്ടപ്പെടുന്ന, മോദിയുടെ മുഖത്ത് നോക്കി കള്ളനെന്ന് വിളിക്കുന്നത് ഇഷ്ടപ്പെടുന്ന കാര്യമില്ല. അത് നേരത്തെ നമ്മൾ ചൗക്കീദാർ ചോർഹെ എന്ന് പറയുന്നു, കാവൽക്കാരൻ കള്ളനാണെന്ന് പറഞ്ഞു.
രാജ്യത്തിന്റെ കാവൽക്കാരൻ പ്രധാനമന്ത്രിയാണ്, പ്രധാനമന്ത്രി കള്ളനാണെന്ന് വിളിച്ചു പറഞ്ഞു. അത് ഒരു പ്രയോജനമില്ലാത്ത മുദ്രാവാക്യം വെള്ളത്തിൽ അലിഞ്ഞു പോകുമ്പോൾ അലിഞ്ഞുപോയി. വീണ്ടും അതേ ശക്തിയിൽ തന്നെയാണ് ഈ വോട്ട് ചോർ എന്ന് അദ്ദേഹത്തിനെ വിളിക്കുന്നത്. അത് രാജ്യത്തെ ജനങ്ങൾ അത്ര അങ്ങോട്ട് കാര്യമായിട്ട് എടുക്കുമെന്ന് അറിയില്ല. കുറച്ച് കോൺഗ്രസ് അണികൾക്ക് ആവേശമുണ്ടാക്കുകയായിരിക്കാം ഈ നരേന്ദ്രമോദിയെ കള്ള എന്ന് വിളിക്കുമ്പോൾ. എന്തായാലും വോട്ട് ചോർ, ഗദ്ദി ചോർ എന്ന് പറയുമ്പോൾ അധികാരം വിട്ടൊഴിയൂ വോട്ട് കള്ള എന്ന മുദ്രാവാക്യം വീണ്ടും രാഹുൽ ഗാന്ധി ഉയർത്തുമ്പോൾ സ്വന്തം മണ്ഡലത്തിൽ നിന്നുള്ള വോട്ട് ചോർന്നു പോകുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിനൊന്നും പറയാൻ കഴിയുന്നില്ല. അദ്ദേഹം ഇപ്പോൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതിന് ശേഷമുള്ള ഒരു അഭിപ്രായം പോലും അദ്ദേഹം ഇതുവരെയും പറഞ്ഞിട്ടുമില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വോട്ട് ചോർന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ CP രാധാകൃഷ്ണൻ വിജയിച്ചതിനെ അഭിനന്ദിച്ചുകൊണ്ട് പോലും അദ്ദേഹം ഒരു അഭിപ്രായം പോലും ഇതുവരെയും പറഞ്ഞിട്ടില്ല എന്നതാണ് ഒരു കാര്യം. പിന്നെ നമ്മൾ കാണുന്നത് ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ പരാജയം വോട്ട് ചോർന്നു എന്നതിനേക്കാൾ ഉപരി കോൺഗ്രസിന് 1-2 തിരിച്ചടികൾ ലഭിക്കുന്നു. അത് എന്ന് പറയുന്നത് ഈ വോട്ട് ചോർന്നു എന്നത് തന്നെയാണ്. സ്വന്തം മണ്ഡലം, സ്വന്തം പോക്കറ്റിനകത്തുള്ള വോട്ട് ചോർന്നു തന്നെയാണ്. 2, ആന്ധ്രാവികാരം ഇളക്കി എടുത്തുകൊണ്ട് അത് ഉപയോഗപ്പെടുത്താമെന്ന് വിചാരിച്ചാണ് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒരാളിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയത്. പക്ഷേ അതും പ്രയോജനം കണ്ടില്ല. 2, വീണ്ടും 3ാമത് പോയിന്റ് നമ്മൾ പറഞ്ഞാൽ ഈ ജസ്റ്റിസുമാരെ രാഷ്ട്രീയ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് ശരിയല്ല. അത് BJP ചെയ്യുന്ന ഏറ്റവും വലിയ ഭരണഘടനാ വിരുദ്ധതയാണ്. ഈ ചീഫ് ജസ്റ്റിസുമാരെയും സുപ്രീം കോടതി ജഡ്ജിമാരെയും അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ ജഡ്ജിമാരെയൊക്കെ നിഷ്പക്ഷരെന്ന് നമ്മൾ മനസ്സിൽ കാണുന്ന ഈ ജഡ്ജിമാരെ പിന്നെ രാഷ്ട്രീയ സ്ഥാനങ്ങൾ കൊടുത്ത് അവർക്ക് MP സ്ഥാനവും ഗവർണർ സ്ഥാനവും അതുപോലെ മറ്റ് അധികാര സ്ഥാനങ്ങൾ കൊടുക്കുന്നത് ശരിയല്ല. അത് രാജ്യത്തിന്റെ ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് കോൺഗ്രസ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നതും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഒരു മുൻ ജഡ്ജിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കുകയും ചെയ്തപ്പോൾ കോൺഗ്രസ് ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു അഭിപ്രായ പ്രകടനം ഭരണഘടനാ വിരുദ്ധമാണ്, ജസ്റ്റിസുമാരെ അത്തരത്തിൽ കാര്യങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ BJPയെ വിമർശിച്ചുകൊണ്ടിരുന്നവർക്ക് ഇനി സ്വയം വിമർശനം ഏറ്റെടുക്കേണ്ടി വരും. ഇനി ഇത്തരം കാര്യങ്ങൾ പറയാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ അവരുടെ ആരോപണത്തിന്റെ മറ്റൊരു മുന കൂടി ഒടിയുകയാണ് നമ്മൾ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന്റെ പരാജയത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പൊതുവിൽ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഈ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയാക്കിയത് കൊണ്ട് പ്രയോജനം ഉണ്ടായി എന്നല്ല, ഒട്ടും തന്നെ പ്രയോജനം ഉണ്ടായില്ല. കോൺഗ്രസിന്റെ മുൻകാല ആരോപണങ്ങളുടെ മുന പോലും ഒടിക്കാൻ ഇടയാക്കി എന്ന ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ കാണേണ്ടത്. ഇനി നമ്മൾ ബീഹാറിലേക്ക് പോകുമ്പോൾ ബീഹാറിൽ തേജസ്വി യാദവുമായി ചേർന്നാണ് രാഹുൽ ഗാന്ധി വോട്ട് ചോർ യാത്രകൾ നടത്തി വൻ വിജയമാക്കി എന്ന് അവകാശപ്പെട്ടു. എന്നാൽ തേജസ്വി യാദവിന് ഇപ്പോൾ ഒരു ബോധം ഉണ്ടായിരിക്കുന്നു. രാഹുൽ ഗാന്ധി തന്റെ പാർട്ടിയുടെ ചെലവിൽ ഇവിടെ വലിയൊരു ജാഥ നടത്തിയിട്ട് അതിൻ്റെ സംഘടിപ്പിച്ചതും അതിനുള്ള എല്ലാ പരിപാടികളും ചെയ്തത് തങ്ങളാണ് മുൻപിടുന്നത്. കോൺഗ്രസിന്റെ പ്രവർത്തനം വളരെ കുറവാണ് ബീഹാറിൽ. കഴിഞ്ഞ പ്രാവശ്യം 70 സീറ്റ് മത്സരിക്കാൻ കൊടുത്തു, വെറും 19 ജയിച്ചു. അത്തരത്തിൽ ദുർബലമായ ഒരു സംഘടനാ ശേഷിയുള്ളതാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിർത്തിക്കൊണ്ടൊരു വോട്ട് ചോർ യാത്ര നടത്തിയതിൻ്റെ സംഘാടകരുടെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് തേജസ്വി യാദവ് കണക്കാക്കുന്നത് അവരുടെ പാർട്ടി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ യാത്ര, ഈ വോട്ട് ചോർ യാത്ര, ബീഹാറിൽ നടന്ന വോട്ട് ചോർ യാത്ര രാഹുൽ ഗാന്ധി ഇമേജ് വർദ്ധിപ്പിച്ചു. തൻ്റെ ഇമേജിന് കോട്ടം തട്ടിക്കാണും, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ മുകളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു ബോധം തേജസ്വി യാദവിനുണ്ടായിരിക്കുന്നു. അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു യാത്ര സംഘടിപ്പിക്കാൻ ഈ വോട്ട് ചോർ വിവാദം ഉൾപ്പെടെ അതുപോലെ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ നടത്താൻ പോകുന്ന വാഗ്ദാനങ്ങൾ ജനങ്ങളുടെ എത്തിച്ചുകൊണ്ടും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ എത്തിച്ചുകൊണ്ടുമുള്ള വലിയൊരു യാത്ര നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനകത്ത് രാഹുൽ ഗാന്ധിയെ ഉൾപ്പെടുത്തില്ല. രാഹുൽ ഗാന്ധി എവിടെയെങ്കിലും 1-2 സ്ഥലങ്ങളിൽ അവർ ക്ഷണിക്കും. അവിടെ വന്ന് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെ പ്രസംഗിക്കുകയോ ചെയ്യാൻ മാത്രമായിരിക്കും കോൺഗ്രസ് നേതാക്കൾക്ക് ഉള്ളത്. ഈ ജാഥ നയിക്കുന്നതും ജാഥ സംഘടിപ്പിക്കുന്നതും ജാഥ കൊണ്ടുപോടക്കുന്നതും തേജസ്വി യാദവിൻ്റെ പരിപൂർണമായ നിയന്ത്രണത്തിലും നേതൃത്വത്തിലും മേധാവിത്വത്തിലുമായിരിക്കും.
തൻ്റെ പിന്നെ ശക്തി ഉയർത്തിക്കാണിക്കാൻ, തൻ്റെ ഇമേജ് ഉയർത്തിക്കാണിക്കാൻ വേണ്ടി വീണ്ടും ഒരു ജാഥ നടത്തുകയാണ്. 130 മണ്ഡലങ്ങളിലെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജാഥയാണ് ഈ തേജസ്വി യാദവ് പ്ലാനിട്ടിരിക്കുന്നത്. അവർ തീരുമാനിച്ചു കഴിഞ്ഞു. അത് തീരുമാനിച്ചിട്ട് കോൺഗ്രസിനോടും ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളോടും പറയും, നിങ്ങൾ കൂടി സഹകരിക്കണം, എനിക്ക് പിന്തുണ നൽകണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. നിവർത്തിയില്ലാത്തത് കൊണ്ട് കോൺഗ്രസ് അത് ശരി ഞങ്ങൾ പിന്തുണയ്ക്കാം എന്ന് പറയും. തങ്ങളോട് ചോദിച്ചില്ല, പറഞ്ഞില്ല, നമ്മൾ കൂടി ആലോചിച്ചില്ല എന്നുള്ളത് ഉള്ളിൽ കിടക്കുമ്പോഴും നിവർത്തിയില്ലാത്തത് കൊണ്ട് ശരി തേജസ്വി യാദവിൻ്റെ ജാഥയ്ക്ക് സഹകരിക്കാമെന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇടതുപക്ഷവും അത് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന് മറ്റേ വഴികളില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇടതുപക്ഷവും പിന്തുണ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു സംഭവം കൂടി അവിടെ നടക്കുകയാണ്. ഈ ജാഥയിൽ അവർ പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ചില പിന്നെ വാഗ്ദാനങ്ങളാണ്. അത് നമ്മളിനി കൂടുതൽ ചർച്ച ചെയ്യേണ്ടതാണ്. അതായത് 25 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കൊടുക്കും ബീഹാറിലെ ജനങ്ങൾക്കെന്നാണ് ഒന്ന് പറയുന്നത്. 2 പിന്നെ 200 യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമായി നൽകുമെന്ന് പറയുന്നു. അത് AAP ഡൽഹിയിൽ നടപ്പിലാക്കിയതാണ്, അതിൻ്റെ ഒരു പകർപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. 3 വികലാംഗരായവർക്ക് 1500 രൂപ ധനസഹായം നൽകുമെന്ന് പറയുന്നു. പിന്നെ സ്ത്രീകൾക്ക് 2500 രൂപ ധനസഹായം നൽകുമെന്ന് പറയുന്നു. ഇതൊക്കെ ഈ തേജസ്വി യാദവ് മുന്നോട്ട് വയ്ക്കുന്ന പിന്നെ വാഗ്ദാനങ്ങളാണ്, തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളാണ്. ഇത് ഒരു രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ എത്രമാത്രം ദോഷകരമായി ബാധിക്കുമെന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അത് നമ്മൾ വേറെ വിപുലമായി ചർച്ച ചെയ്യേണ്ടതാണ്. എന്തായാലും ഈ ഒരു ജാഥ നമ്മൾ കാണുന്നത് ഇന്ത്യ സഖ്യത്തിനകത്തുള്ള പിന്നെ ഐക്യമില്ലായ്മ തന്നെയാണ്. ഞാനാണ് മുമ്പൻ എന്നുള്ള സഖ്യത്തിലെ പാർട്ടികളുടെ പിന്നെ എടുത്തുചാട്ടം അതാണ് നമ്മൾ കാണുന്നത്. അതാണ് ഇപ്പോൾ ബീഹാറിലും സംഭവിക്കാൻ പോകുന്നത്. രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ജനസമ്മതി കൂടിപ്പോയി, അതിനേക്കാളും കൂടുതൽ എനിക്ക് കിട്ടണമെന്ന് തേജസ്വി യാദവ് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഒരു ജാഥ നടത്തുകയും ചെയ്യുന്നു. അതിന് പിന്തുണ കൊടുക്കേണ്ട അവസ്ഥ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും വന്നിരിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഒക്കെ ഇന്ത്യൻ രാഷ്ട്രീയം എങ്ങോട്ടായിരിക്കും, എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തമായ ചിത്രമുണ്ടാകില്ല. പക്ഷേ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതിനേക്കാളുപരി കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും ഇതിനേക്കാളും വലിയ ചർച്ചകളും ഇതിനേക്കാളും വലിയ ആശങ്കകളും ഒക്കെ മാധ്യമങ്ങൾ പങ്കുവച്ചാണ്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല, പ്രവചനങ്ങളൊന്നും ശരിയായി വന്നില്ല. അതുപോലെ ആയിരിക്കും ഇപ്പോഴും സംഭവിക്കാൻ പോകുന്നതെന്ന് നമ്മൾ വിലയിരുത്തും. പക്ഷേ ഓരോ പ്രാവശ്യവും കാറ്റ് ഒരുപോലെ വീശണമെന്നില്ലല്ലോ, ജനങ്ങളുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് നമുക്ക് കാത്തിരിക്കാം. അത് കഴിയുമ്പോഴേക്കും രാജ്യത്തിൻ്റെ സ്ഥിതി അവസ്ഥ എന്തായിരിക്കും നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും രാജ്യം ഒരു ശക്തമായ നേതൃത്വത്തിൻ്റെ കീഴിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നതാണ് ലോകം കാണുന്നത്, ലോകം അംഗീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു നേതൃത്വം ആര് ഭരിക്കാൻ വന്നാലും ആ ഒരു നേതൃത്വം ഇന്ത്യക്ക് ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഉണ്ടാകണമെന്ന് മാത്രമാണ് നമുക്ക് ആഗ്രഹിക്കാനുള്ളത്.